കണ്ണൂർ മട്ടന്നൂരിൽ ദേശാഭിമാനി ലേഖനെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ 5 പോലീസുകാർക്കെതിരെ നടപടി. ഒരു സീനിയർ CPOയെയും 4 CPOമാരെയും സ്ഥലം മാറ്റി. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, ഇത്രയധികം പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനുള്ള കാരണം എന്താണ്? കണ്ണൂർ മട്ടന്നൂരിൽ ദേശാഭിമാനിയും ലേഖകൻ ശരത് പുതുക്കുടിയെയും CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയെയും മർദ്ദിച്ചു എന്ന പരാതി ഉയർന്നത്. അവിടെ പോളിടെക്നിക് കോളേജിലെ സംഘർഷം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ദേശാഭിമാനി ലേഖകനെ അകാരണമായി മർദ്ദിച്ചു എന്നതാണ് CPM-ഉം ഈ ലേഖകനും ഉന്നയിച്ച പരാതി. നേരത്തെയും മറ്റു പല പരാതികളും, അതായത് കല്യാശ്ശേരി MLA M വിജിൻ അടക്കം SIക്കെതിരെ പരാതി ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അക്കാര്യത്തിൽ പക്ഷേ നടപടി ഉണ്ടായിട്ടില്ല. പക്ഷെ വലിയ വിവാദം ഇതിനെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. സൈബർ അണികൾ അടക്കം മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അടക്കം ചെയ്തിരുന്നു. വലിയ തോതിൽ പോലീസിനെതിരായ വിമർശനങ്ങളൊക്കെ രാഷ്ട്രീയമായി നിലനിൽക്കുകയും കൂടി ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ശരവേഗത്തിലുള്ള നടപടി വന്നിരിക്കുന്നത്. 5 പോലീസുകാർക്കാണ് സ്ഥലം മാറ്റം. മട്ടന്നൂർ സ്റ്റേഷനിലെ ഒരു CPOയ്ക്കും 4 CPOമാർക്കുമാണ്. സീനിയർ CPO ഷാജി കൈതേരിക്കണ്ടി, CPOമാരായ സന്ദീപ് കുമാർ, വിപിൻ, ജിനീഷ്, അശ്വിൻ എന്നിവർക്കാണ് സ്ഥലം മാറ്റം ഉണ്ടായത്. ഇതിൽ ശരത്ത് ആരോപിക്കുന്ന കാര്യം, റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ SFI പ്രവർത്തകരെ പോലീസുകാർ മർദ്ദിക്കുന്ന ചിത്രം എടുക്കാൻ ശ്രമിക്കവേ തടയുകയും ഈ വിഷയത്തിൽ തർക്കമുണ്ടാവുകയും പിന്നാലെ പോലീസ് വാഹനത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി കയറ്റുകയും പിന്നീട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നതാണ് ആരോപണം. പാർട്ടി പത്രത്തിന്റെ ലേഖകനെ ഇത്തരത്തിൽ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചു എന്ന പരാതി അടക്കം രാഷ്ട്രീയമായി ഇപ്പോഴത്തെ പോലീസിനെതിരായ വിമർശനങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ അത് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ചയാവുകയും CPM സൈബർ അണികൾ തന്നെ പാർട്ടിക്കെതിരെ ആയുധമാക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ശരവേഗത്തിൽ ഇപ്പോൾ ഈ നടപടി വന്നിരിക്കുന്നത്. ദേശാഭിമാനി ലേഖകനെ മർദ്ദിച്ച സംഭവത്തിലാണ് 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം.